പിണറായി വിജയനോട് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദൈവങ്ങളോട് കളിക്കരുത് എന്ന്. അത് കളിച്ചാൽ അത് അവസാന കളിയായിട്ട് മാറുമെന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനും തൊഴാനും ഒക്കെ ആണെങ്കിൽ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയിലും വിശ്വാസമില്ല, തൊഴുന്നതിലും വിശ്വാസമില്ല. പിന്നെ അമ്പലത്തിൽ പോകുന്നത് ദേവന്റെ സ്വത്തിൽ കണ്ണുവെക്കാൻ മാത്രമാണെങ്കിൽ അതിന്റെ പരിണിത ഫലമാണ് ഈ സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് പറയേണ്ടതായിട്ട് വരും. പിണറായി സർക്കാരിന്റെ മടിയിൽ നല്ല കനമുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അന്വേഷിക്കാൻ തയ്യാറാകാത്തത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്, സസ്പെൻഡ് ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. മടിയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം, പിണറായിയുടെ സർക്കാരിന്റെ മടിയിലെ കനത്തിൽ വലിയൊരു പങ്ക് ദേവന്റെ സ്വത്ത് കട്ട ധനമാണ് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നമുക്കാർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ നിയമസഭ പ്രതിപക്ഷ നേതാവ് അടക്കം ചോദിച്ചു, ഈ കട്ടുകൊണ്ടുപോയ സ്വർണ്ണം ആരുടെ കയ്യിലായിരിക്കുന്നത്? ഈ അയ്യപ്പന്റെ സ്വർണ്ണം ഇപ്പൊ ആരുടെ കയ്യിലായിരിക്കുന്നത്? ഇതറിയുന്നവർ വളരെ കുറച്ചു പേരേ ഉള്ളൂ. കേരള മന്ത്രിസഭയ്ക്ക് അറിയാതിരിക്കുവോ? ഇത് കൈകാര്യം ചെയ്തവർക്ക് അറിയാതിരിക്കുവോ? അപ്പൊ ആ കട്ട മുതൽ എവിടെയാണെന്ന് പറഞ്ഞിട്ട് സമസ്താപരാധവും പൊറുക്കണേ തമ്പുരാനെ എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ് മിസ്റ്റർ പിണറായി നിങ്ങൾ നേരിടുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കും. ഇത് രാഷ്ട്രീയത്തിന്റെ പേരിൽ ആക്ഷേപിക്കാനല്ല. ഇതിന് കേരള സമൂഹത്തിന്, വിശ്വാസ സമൂഹത്തിന് മറുപടി കിട്ടിയേ മതിയാകൂ. അമ്പലം വിഴുങ്ങികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അമ്പലം വിഴുങ്ങാൻ, ദേവസ്വങ്ങളുടെ സ്വത്ത് കക്കാൻ ഈ രാജ്യത്ത് സാഹചര്യം ഉണ്ടാക്കാൻ പറ്റില്ല. അതിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരമാണ് ഈ രാജ്യത്ത് ഉയരുന്നത്. ശബരിമലയിൽ കണ്ടിട്ട് കേട്ട കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ്. ഓരോ ദിവസം കഴിയുന്നവരും ആ ഹൈക്കോടതി ഇതിൽ ഇടപെട്ടായിരുന്നില്ലെങ്കിൽ, നിങ്ങൾ ആലോചിച്ച്, ഹൈക്കോടതി ഇത്ര തീവ്രമായി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ശബരിമല മുഴുവൻ നമുക്ക് ചെമ്പുകൊണ്ട് പൊതിഞ്ഞു പോയേനെ.